ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ. അന്ന് നമ്മൾ ദൃശ്യം 3 ആണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദൃശ്യം 3യുടെ ട്രെയിലറാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു മെമ്പർ കൂടെ നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യാം മിസ്റ്റർ ഷൈൻ ബെന്നി. അപ്പോൾ ഞങ്ങൾ തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്? തുടങ്ങാം. ഓക്കെ, ഇതുവരെ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോലെയാണ്. ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയും. ഇയാളാണൊരു കിടിലാടിയാ. ചുമ്മാതാണോ പോലീസുകാരെ പോലും ചൊല്ലു പറഞ്ഞത്? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ. അപ്പോ പോലീസുകാരും അയാളുടെ ഫാനാണ്. പിന്നെ ജോർജ് ആളൊരു കുറുക്കനാണ്. ഈ ആക്സിഡന്റ് കാര്യം അവരോട് പറയാൻ പറ്റാതെ അവരെ രക്ഷിക്കാനാണെങ്കിൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ അവരങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ നമ്മുടെ പ്രസക്തി മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കഴിഞ്ഞു. ഞാൻ ട്രെയിലർ ആയിട്ട് തോന്നിയത് ആ സാധനം മാത്രമേ ഉള്ളൂ. ലാസ്റ്റത്തെ ആ ഒരു സാധനം മാത്രം, അല്ലാണ്ട് വലിയ അടിപൊളിയായിട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ആസിഡിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ? മറ്റേപ്പാട് മാർക്കോലെ പോലെ ആസിഡിനകത്തിട്ട് തീർത്തത് തന്നെ ആയിരിക്കും. ഒരു വേറെ ട്രെയിലറായിട്ടാ വരുന്നതെന്ന് തോന്നുന്നു. ഒരു രീതിയില് കഥ അറിയില്ല. ലാസ്റ്റത്തെ ആ ഒരു സീൻ മാത്രമാണ് ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ. ലാസ്റ്റ് സീനാണ് മറ്റേതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നത്. ബാക്കിയുള്ളത് ജസ്റ്റ് ഓരോ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നവർ, അതേ ഉള്ളൂ. പുതിയൊരു രീതി ആയിരിക്കണം, പുതിയൊരു കഥ. പുതിയ അങ്ങനെയല്ല, പുള്ളി പേടിച്ച് ജീവിക്കുന്ന കഥയാണിത് എന്നാണ് തോന്നണേ. പേടിച്ച് ആർക്കറിയാം. ഇനിയാണ് അതെ അതെ.